നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുവായി എല്ലാവരുടെയും കയ്യിൽ പണമുണ്ടെങ്കിലും അത് ഓരോരുത്തർക്കും ആവശ്യമുള്ള അളവിൽ എല്ലാവരിലും ചിലപ്പോൾ കാണണമെന്നില്ല. ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുള്ളവർക്ക് മാത്രമേ നമ്മുടെ ആവശ്യങ്ങളെക്കാൾ കൂടുതൽ പണം അല്ലെങ്കിൽ ആവശ്യത്തിലധികം പണം വന്നു ചേരുവാനുള്ള യോഗം ഉണ്ടാവുകയുള്ളൂ. കയ്യിലേക്ക് പണം വന്നു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ചിലവുകളാൽ ആ പണം കയ്യിൽ നിന്നും നഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ പണം നമ്മളിലേക്ക് വന്നു ചേരുവാനുള്ള തടസ്സങ്ങൾ എന്താണ്? അതൊന്ന് പരിശോധിച്ച് നോക്കിയാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത്. പൊതുവായി ഒട്ടുമിക്ക പേരും പേഴ്സിലാണ് പണം സൂക്ഷിക്കാറ്. എന്നാൽ പേഴ്സിൽ പണത്തോടൊപ്പം വെക്കേണ്ട ചില വസ്തുക്കളും വെക്കുവാൻ പാടില്ലാത്ത ചില വസ്തുക്കളുമുണ്ട്. ഇവ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പണത്തെ എപ്പോഴും ഒരു മണി പേഴ്സിൽ അല്ലെങ്കിൽ അലമാരയിൽ, അതുമല്ലെങ്കിൽ മേശയുടെ ഡ്രോയറിലോ ആയിരിക്കും എല്ലാവരും പണം സൂക്ഷിക്കാറ്. ഇനി പണം ഒരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ ഒരു തുണിയിൽ പൊതിഞ്ഞ് അലമാരയിൽ സൂക്ഷിക്കുന്നവരുമുണ്ട്. ഇങ്ങനെ തുണിസഞ്ചിയിലോ അല്ലെങ്കിൽ തുണിയിലോ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവർ ആ തുണിയുടെ നിറം മങ്ങിപ്പോയാലും അതിലൂടെ ധനവരവ് അല്ലെങ്കിൽ പണവരവ് തടസ്സപ്പെടുന്നതാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വളരെ നിസ്സാരമായി തോന്നാം. എന്നാൽ ഈ രീതിയിൽ നരച്ച തുണിയിൽ അല്ലെങ്കിൽ മങ്ങിയ തുണിയിൽ പണം പൊതിഞ്ഞു സൂക്ഷിക്കുമ്പോൾ അതിലൂടെ നെഗറ്റീവ് എനർജിയാണ് വർദ്ധിക്കുന്നത്. അതിലൂടെ ധനവരവ് അല്ലെങ്കിൽ പണവരവ് തടസ്സപ്പെടുന്നതുമാണ്. ഇതുപോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി എഴുതിയ ഏതെങ്കിലും ഒരു പഴയ കത്തുകൾ അല്ലെങ്കിൽ രസീതുകൾ, ബാങ്കിൽ നിന്നും വന്ന നോട്ടീസുകൾ, അതുമല്ലെങ്കിൽ മരുന്ന് ചീട്ടുകൾ, ഇതുപോലെ ഒരുപാട് നാള് പഴക്കം ചെന്ന അതിലെ മഷിയൊക്കെ മങ്ങിപ്പോയ ലെറ്ററുകൾ, ഇതെല്ലാം നിങ്ങൾ വെക്കുന്ന പണത്തോടൊപ്പം ഉണ്ടെങ്കിൽ അതിലൂടെ സാമ്പത്തിക തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ശനി ഭഗവാന്റെ അംശം നിറഞ്ഞതാണ് ഇരുമ്പ് വസ്തുക്കൾ. അതിനാൽ ഇരുമ്പ് സംബന്ധമായ വസ്തുക്കളും ഒരു കാരണവശാലും പണത്തോടൊപ്പം വെക്കുവാൻ പാടില്ല. അതായത് തലയിൽ കുത്തുന്ന സ്ലൈഡുകൾ, സേഫ്റ്റി പിന്നുകൾ, കീ ചെയിനുകൾ, താക്കോലുകൾ മുതലായവ ഒരു കാരണവശാലും നിങ്ങളുടെ മണി പേഴ്സിലോ അല്ലെങ്കിൽ അലമാരയിലോ അല്ലെങ്കിൽ പണം വെക്കുന്നിടത്ത് സൂക്ഷിക്കുവാൻ പാടില്ല. ഇനി പേഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ നല്ല പേഴ്സുകൾ നോക്കി ഉപയോഗിക്കുക. ഒരു കാരണവശാലും കീറിയതും കിഴിഞ്ഞതുമായ പേഴ്സുകൾ ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സിൽ ഒരു കാരണവശാലും ദുർഗന്ധമുണ്ടാകുവാൻ പാടില്ല. പേഴ്സിൽ എപ്പോഴും ദൈവികമായ സുഗന്ധമുള്ളതാണ് ഏറ്റവും നല്ലത്. അതിനായി പേഴ്സിൽ പച്ചക്കർപ്പൂരമോ ഏലക്കയോ അല്ലെങ്കിൽ ഗ്രാമ്പൂ പോലെയുള്ള വസ്തുക്കൾ പേഴ്സിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ്. മാത്രമല്ല പേഴ്സ് എപ്പോഴും ശുദ്ധിയും വൃത്തിയും ഉള്ളതുപോലെ തന്നെ ദൈവികമായ സുഗന്ധമുള്ള ഭസ്മമോ അല്ലെങ്കിൽ ചന്ദനമോ പേഴ്സിൽ വെക്കുന്നതും നല്ലതാണ്. അതിനായി ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന ചന്ദനം അല്ലെങ്കിൽ ഭസ്മം, തുളസിയില, വേപ്പില, അതുമല്ലെങ്കിൽ കൂവളത്തില, ഇവ നിങ്ങളുടെ പേഴ്സിൽ പണത്തോടൊപ്പം സൂക്ഷിക്കുന്നതിലൂടെ പണം ഇരട്ടിയായി വന്നു ചേരുന്നതാണ്. ഇവ ഉണങ്ങിപ്പോയാലും അതിൻ്റേതായ ശക്തിയും ഊർജവും എപ്പോഴും നിലനിൽക്കുന്നതുമാണ്. നമ്മുടെ ജീവിതത്തിൽ 16 തരത്തിലുള്ള സമ്പത്തും സകല വിധത്തിലുള്ള സുഖഭോഗങ്ങളും വാരിക്കോരി നൽകുന്ന ഭഗവാനാണ് സാക്ഷാൽ ശുക്രഭഗവാൻ. അതുകൊണ്ട് തന്നെ ശുക്രഭഗവാന് വിശേഷപ്പെട്ട വെള്ളി നാണയം, അതുമല്ലെങ്കിൽ വെള്ളിയിൽ തീർത്ത എന്തെങ്കിലും ഒരു വസ്തു, അത് നിങ്ങളുടെ പണം വെക്കുന്നിടത്ത് അല്ലെങ്കിൽ മണി പേഴ്സിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ്. വെള്ളി നാണയമോ അല്ലെങ്കിൽ വെള്ളി മോതിരമോ വെള്ളിയിൽ തീർത്ത കീ ചെയിനോ അങ്ങനെ എന്തും പണത്തോടൊപ്പം അല്ലെങ്കിൽ പണം വെക്കുന്നിടത്ത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ചന്ദനവും അതുപോലെ തന്നെ സിന്ദൂരവും, ഇവ രണ്ടും നമുക്ക് ധൈര്യം നൽകുന്ന വസ്തുക്കളാണ്. മാത്രമല്ല മനസ്സിന് സമാധാനവും ശാന്തതയും നൽകുന്ന വസ്തുക്കൾ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ വസ്തുക്കൾ നമ്മുടെ പേഴ്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പണം വെക്കുന്നിടത്തുണ്ടെങ്കിൽ അതിലൂടെ പണവരവ് പല മടങ്ങായി പെരുകുന്നതാണ്. ഇനി പലരും കണ്ണാടിയില്ലാത്തവർ പൊട്ടിയ കണ്ണാടി കഷ്ണങ്ങൾ മുഖം നോക്കുന്നതിനായി പണം വെക്കുന്ന പേഴ്സിൽ വെക്കാറുണ്ട്. അല്ലെങ്കിൽ പൊട്ടിയ ഏതെങ്കിലും വസ്തുക്കൾ പേഴ്സിലെടുത്ത് വെക്കാറുണ്ട്. അങ്ങനെ ഒരു കാരണവശാലും ചെയ്യരുത്. പൊട്ടിയ ഏതു വസ്തുക്കളാണെങ്കിലും ശരി, അതെത്ര വിലപിടിപ്പുള്ള വസ്തുക്കളാണെങ്കിലും അതിലൂടെ നെഗറ്റീവ് എനർജിയാണ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യം ഒരു കാരണവശാലും ചെയ്യരുത്. ഇനി നിങ്ങളുടെ പണപ്പെട്ടി അല്ലെങ്കിൽ അലമാരി, അതുമല്ലെങ്കിൽ മേശ പൂട്ടുന്ന താക്കോൽ, അത് ഒരു വെള്ളി റിങ്ങിൽ കൊളുത്തിയിടുന്നത് ഏറ്റവും നല്ലതാണ്.
കാരണം ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെള്ളി ശുക്രഭഗവാന്റെ അംശം നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് മേൽക്കുമേൽ പണം ആകർഷിച്ചെത്തുന്നതാണ്. മാത്രമല്ല എല്ലാവിധത്തിലുള്ള സുഖഭോഗങ്ങളോട് കൂടിയ ജീവിതം നിങ്ങൾക്കുണ്ടാവുന്നതുമാണ്. ഇനി ഒരു കാരണവശാലും പണം ചില്ലുപാത്രത്തിൽ സൂക്ഷിച്ചു വെക്കുവാൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ ആ ഗ്ലാസ് ബോട്ടിലിൽ അല്ലെങ്കിൽ കണ്ണാടി ബോക്സിൽ പൊട്ടലോ അല്ലെങ്കിൽ ഒരു പോറലോ പോലും ഉണ്ടായാൽ അതിലൂടെ ധനനഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ വരുന്ന പണം, അത് ശമ്പളമാണെങ്കിലും ശരി, ചിട്ടി പിടിച്ച പൈസ ആണെങ്കിലും ശരി, അതല്ല ലോൺ എടുത്ത ക്യാഷ് ആണെങ്കിലും ശരി, ആ പണം നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുവാൻ പാടില്ല. കാരണം പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന പണം അത് ഈശ്വരനുള്ളതാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്കുള്ള പണമല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കുള്ള പണം ഒരു കാരണവശാലും പൂജാമുറിയിൽ വെക്കരുത്. ഇനി നിങ്ങളുടെ പേഴ്സിലാണെങ്കിലും ശരി, പണപ്പെട്ടിയിലാണെങ്കിലും അലമാരയിലാണെങ്കിലും ശരി, പണത്തോടൊപ്പം ഒരു മഞ്ഞൾ കഷ്ണം കൂടി അതിനോടൊപ്പം വെക്കുന്നത് വളരെ നല്ലതാണ്. ലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ വസ്തുവാണ് മഞ്ഞൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ പേഴ്സിൽ മഞ്ഞൾ വെക്കുന്നതിലൂടെ പണം നല്ല രീതിയിൽ അത് ആകർഷിക്കുന്നതാണ്. ഇതുകൂടാതെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പണത്തിനോടൊപ്പം പച്ചക്കർപ്പൂരം, ഏലയ്ക്ക, ഗ്രാമ്പൂ ഇവ നല്ലതുപോലെ സുഗന്ധം വരുന്ന രീതിയിൽ നിങ്ങളുടെ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ അലമാരയിൽ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ ഒന്ന് വെച്ച് നോക്കൂ. ഇതുവരെയും നിങ്ങളിങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ ഒരു തവണ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ മാറ്റവും തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. അതായത് 100% പണം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. മാത്രമല്ല അനാവശ്യമായി ഉണ്ടാകുന്ന പാഴ്ചിലവുകൾ ഇല്ലാതാകുന്നതുമാണ്. ഇനി അവസാനമായി നിങ്ങളുടെ പേഴ്സിൽ നിന്നും 1 രൂപയെങ്കിലും ദിവസവും മറ്റുള്ളവർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യത്തിനായി ചിലവാക്കുന്നതും നല്ലതാണ്. ഇങ്ങനെ നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയൊന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പണം നിങ്ങളെ തേടിയെത്തുന്നതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടത് ദാനധർമ്മമാണ്. ആരോരുമില്ലാത്ത കുട്ടികൾക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുത്താലും അതിൽ പരം പുണ്യം മറ്റൊന്നുമില്ല. ഇതുകൂടാതെ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കൾക്ക് ബ്രെഡോ അല്ലെങ്കിൽ ബിസ്ക്കറ്റോ വാങ്ങിക്കൊടുത്താലും അതും ദാനധർമ്മം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഈ ദാനത്തിൻ്റെ പുണ്യമായും നിങ്ങൾക്ക് പണവരവ് വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റിലുള്ള നിങ്ങളുടെ പണം നിങ്ങൾക്ക് വേണ്ടി മാത്രം സ്വാർത്ഥതയോടുകൂടി ചിലവാക്കാതെ അതിൽ നിന്നും ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൂടി മാറ്റിവെക്കുക. നല്ല മനസ്സോടുകൂടി നിങ്ങൾ ചിലവാക്കുന്ന ഈ പണം മറ്റേതെങ്കിലും വഴിയിലൂടെ തിരികെ 10 മടങ്ങായി അത് നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ്. എല്ലാവർക്കും ജഗദീശ്വരൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.